നമസ്കാരം, വിങ്സ് ഓൺ വീൽസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ മഹീന്ദ്ര ഥാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും 2010 മഹീന്ദ്ര അവതരിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ വാഹനമാണ്. അല്ലെങ്കിൽ അന്ന് വരെ കണ്ടിരുന്ന മഹീന്ദ്ര ജീപ്പിനെ പുതിയൊരു തരത്തിൽ 2010 മഹീന്ദ്ര അവതരിപ്പിച്ചു. അതായിരുന്നു മഹീന്ദ്ര ഥാർ. ആ ഒരു സമയത്ത് രണ്ട് എഞ്ചിനുകളായിട്ട്, അതായത് 2.5 ലിറ്റർ DI എഞ്ചിനും 2.5 ലിറ്റർ CRD എഞ്ചിനുമായിട്ട് മഹീന്ദ്ര ഥാറിനെ മഹീന്ദ്ര അവതരിപ്പിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടത് ഥാറിൻ്റെ ഒരു ആരാധകരുടെ ഒരു വലിയ വർധനവാണ്. ആ ഒരു വർധനവിന് ശേഷം ഇതുവരെ ഒരുപാട് ആളുകൾ കാത്തിരുന്ന പുതിയ ഥാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും കുറച്ച് സമയത്തേക്ക് ഈ ഥാറ് നമുക്ക് തന്നിട്ടുള്ള കോട്ടൺസ് മഹീന്ദ്രയുടെ മാനേജ്മെൻറ്റിനോടും ജനറൽ മാനേജർ ബെൻസിലാൽ സാറിനോടും പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. കുറച്ച് നേരം നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് ഈ ഒരു വാഹനം തന്നിട്ടുള്ളവർക്ക് നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. 2020 നമ്മളെ കൂടെയുള്ള പുതിയ ഥാറിന് 2 എഞ്ചിൻ ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് ഒരു M സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിനും അതിന് 150 bhp പവറും 320 Nm ടോർക്കുമാണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡീസൽ എഞ്ചിൻ 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ്. അതിന് 130 bhp പവറും അതിൻ്റെ കൂടെ തന്നെ 300 Nm ടോർക്കുമാണ് മഹീന്ദ്ര ഥാർ നമുക്ക് തരുന്നത്. ഇന്ന് നമ്മളെ കൂടെയുള്ളത് LX എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനോട് കൂടിയിട്ടുള്ള എംഹോക്ക് ഡീസൽ എഞ്ചിനോട് കൂടിയിട്ടുള്ള മഹീന്ദ്ര ഥാറാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു വെഹിക്കിളിലുള്ളത്. 2 ട്രാൻസ്മിഷൻ യൂണിറ്റുകളാണ് പുതിയ ഥാറിലുള്ളത്. ഒന്ന് ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഒന്ന് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും. ഈ 2 ട്രാൻസ്മിഷനുകളോടും ഒരു മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 വീൽ ഡ്രൈവ് യൂണിറ്റ്, അതായത് ഒരു പാർട്ട് ടൈം 4 വീൽ ഡ്രൈവ് യൂണിറ്റ് കൂടെ ഥാറിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പുതിയ ഥാറിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. അതിനുശേഷം ഒന്ന് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കുകയും ചെയ്യാം. പ്രധാനമായിട്ടും 3 വേരിയൻറ്റുകളാണ് പുതിയ ഥാർ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. AX ഓപ്ഷൻ, LX. AX ഓപ്ഷൻ എന്നിവ ബേസ് വേരിയൻറ്റുകളാണ്. അതായത് സാധാരണ ഒരു ഥാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ AX എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ്. അതായത് അഡ്വഞ്ചറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആ ഒരു വേരിയൻറ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മുൻപത്തെ ഥാറിൽ കണ്ടിരുന്ന പോലെ തന്നെ ഫേസ് ടു ഫേസ് സീറ്റ് ആയിരിക്കും പിൻഭാഗത്ത് വരുന്നത്. ഈ AX ഓപ്ഷൻ എന്ന് പറയുമ്പം അഡീഷണലായിട്ട് ഒരു ഹാർഡ് ടോപ്പ് അല്ലെങ്കിൽ ഒരു കൺവേർട്ടബിൾ ടോപ്പ് ഓപ്ഷണലായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതാണ് AX ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ 2 വേരിയൻറ്റുകളിലും നമുക്ക് 2 കളറുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. റെഡും ബ്ലാക്കും എന്ന് പറഞ്ഞിട്ടുള്ള 2 കളറുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. റെഡ് കളറിൽ വൈറ്റ് വീലുകളും ബ്ലാക്ക് കളറിൽ സിൽവർ കളറിലുള്ള വീലുകളും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പഴയ ഥാറിൽ നിന്നും പുതിയ ഥാറിലേക്ക് വന്നപ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് പ്രധാനമായിട്ടും മുൻഭാഗം തന്നെയാണ്. അതിൽ ഫൈബർ ക്ലാഡിങ്ങോട് കൂടിയിട്ടുള്ള വലിയൊരു ബമ്പറാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു ബമ്പറിൻ്റെ സെൻട്രലായിട്ടൊരു ഡാർക്ക് സിൽവർ ഫിനിഷിലുള്ളൊരു പെയിൻറ്റോട് കൂടിയിട്ടുള്ളൊരു ബമ്പറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഥാർ എന്ന് എഴുതിയിട്ടുള്ളൊരു എംബോസിങ് നമുക്ക് കാണാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഹീന്ദ്രയുടെ ഒരു സിഗ്നേച്ചർ ഗ്രില്ലായിട്ടുള്ള 7 സ്ലോട്ടോട് കൂടിയിട്ടുള്ള ഗ്രില്ല്, മഹീന്ദ്രയുടെ ബാഡ്ജിങ് എല്ലാം നമുക്ക് മുൻഭാഗത്ത് കാണാനുണ്ട്. പഴയ ഥാറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഹെഡ്ലൈറ്റ്സൊക്കെ അതുപോലെ തന്നെയാണ്. ഹാലോജൻ റൗണ്ട് ഷേപ്പിലുള്ള ഹാലോജൻ ഹെഡ്ലാമ്പ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫെൻഡറിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റും പഴയ ഥാറിൽ വന്നിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ടേൺ ഇൻഡിക്കേറ്ററും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന DRL യൂണിറ്റും പുതിയ ഥാറിൻ്റെ ഫെൻഡറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ആ ഒരു ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഈ ഹുക്കുകളൊക്കെ. എൻജിൻ ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഹുക്കുകളൊക്കെ നമുക്ക് കാണാനുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം ഫാക്ടറി ഫിറ്റഡ് ഫോഗ് ലാമ്പോട് കൂടിയിട്ടാണ് പുതിയ ഥാർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഹാലോജൻ ഫോഗ് ലാമ്പും നമുക്ക് കാണാനുണ്ട്. മുൻഭാഗത്ത് നോക്കുമ്പോൾ ആ ഒരു ഗൗരവഭാവം ശരിക്കും ഥാറിൻ്റെ ആ ഒരു ഗൗരവഭാവം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പുതിയ താറിൽ വളരെ മസ്കുലറായിട്ടുള്ളൊരു എൻജിൻ ഹുഡ് നമുക്ക് കാണാനുണ്ട്. ആ ഒരു ക്രീസോട് കൂടിയിട്ടുള്ള എൻജിൻ ഹുഡാണ്. അതിൽ തന്നെ നമുക്ക് പഴയ താറിൽ നിന്നും വ്യത്യാസം എന്ന് പറയുന്നത് വിൻഷീൽഡ് കാണുന്നത് ഒരു സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വിൻഷീൽഡാണ്. പഴയ താറിലൊരു റബ്ബർ ബീഡിങ്ങോട് കൂടിയിട്ടുള്ള വിൻഷീൽഡായിരുന്നു. പക്ഷേ ഇതിൽ കാണുന്നത് ഒരു സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വിൻഷീൽഡാണ്. അതിൽ തന്നെ വളരെ ഭംഗിയിൽ ചേർത്ത് വെച്ചിട്ടുള്ള വൈപ്പറുകൾ നമുക്ക് കാണാനുണ്ട്. മുൻഭാഗത്ത് നിന്നും വശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ താറിൻ്റെ ആ ഒരു ക്യൂട്ട് ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു മസ്കുലർ ഷേപ്പ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം അത്രയും ഭംഗിയാണ് താറ് കാണാനായിട്ട്. ആ ഒരു ഷേപ്പ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വലതുഭാഗത്തെ ഫെൻഡറിലായിട്ട് താർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാനുണ്ട്. ഇതിൻ്റെ ഇടതുഭാഗത്തെ ഫെൻഡറിൽ എഞ്ചിനെ സൂചിപ്പിക്കുന്ന എംഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ്ങും നമുക്ക് കാണാം. പിന്നെ താർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. മിററിന് മുകളിൽ താർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കയറി നിൽക്കാവുന്ന നല്ലൊരു ഫുഡ് സ്റ്റെപ്പ് കാണുന്നുണ്ട് താറിന്. വാഹനപ്രേമികൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്, പേഴ്സണലി എനിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് താറ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. വാഹനപ്രേമികളെന്ന് വേണ്ട, ആർക്കായാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് താറിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. പിന്നെ താറിൻ്റെ വശങ്ങളെന്ന് വരുമ്പോൾ വളരെ മസ്കുലറായിട്ടുള്ള വീലാർച്ചുകൾ അല്ലെങ്കിൽ ഫൈബർ ക്ലാഡിങ്സ് നമുക്ക് കാണാനുണ്ട്. മുൻഭാഗത്തും അതുപോലെ തന്നെ പിൻഭാഗത്തും നമുക്ക് വളരെ മസ്കുലറായിട്ടുള്ള വീലാർച്ചുകൾ നമുക്ക് കാണാനുണ്ട്. ഒരു 4x4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിങ്ങും നമുക്ക് ഈ ഭാഗത്ത് കാണാനുണ്ട്. പിന്നെ താറിൻ്റെ ഒരു ഓവറോൾ ലെങ്ത്ത് വരുന്നത് 3985 മില്ലിമീറ്ററാണ്. അതിനോടൊപ്പം തന്നെ വീൽ ബേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2450 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. പിന്നെ ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് 226 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടയർ സൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 255/65 R18 ഒരു ഓൾ ടെറൈൻ ടയറാണ്. അതിൽ തന്നെ ഒരു ഡീപ്പ് സിൽവർ കളറിലുള്ള അലോയ് വീൽസ് ആണ്. അതിൽ തന്നെ താർ എന്ന് പറഞ്ഞിട്ടുള്ള എംബോസിങ്ങും നമുക്കിതിൽ കാണാനുണ്ട്. പിൻഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബോക്സി ഷേപ്പിലുള്ള വലിയ ഒരു പിൻഭാഗമാണ് താറിൻ്റെത്. അതിൽ തന്നെ സെൻട്രലി മൗണ്ട് ചെയ്തിട്ടുള്ള സ്പെയർ വീല്. ഇത് പിൻഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് വളരെ മസ്കുലറായിട്ടുള്ള താറിൻ്റെ ഷേപ്പ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും പിൻഭാഗത്തെ ബൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് 2 തരത്തിലാണ് അല്ലെങ്കിൽ 2 ലെവലിലായിട്ടാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പിൻഭാഗത്തെ ഗ്ലാസ് ഏരിയ നമുക്ക് തുറന്നു വയ്ക്കാൻ പറ്റുന്നത്. ഗ്ലാസ് ഏരിയയിൽ നമുക്ക് ഡിഫോഗർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും ഈ ഒരു വാഹനത്തിൽ കാണുന്നുണ്ട്. വളരെ ചെറിയ ഒരു ബൂട്ട് ഏരിയയാണ്, നമുക്ക് ഒരു 1-2 ബോക്സുകളൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു ബൂട്ട് ഏരിയയാണ് താറിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് അടച്ചു വയ്ക്കാം. ആദ്യം ഈ ഒരു ഗ്ലാസ് ഏരിയ അടച്ചതിന് ശേഷം മാത്രമാണ് ഡോർ അടയ്ക്കാൻ സാധിക്കുന്നത്. പിൻഭാഗത്തെ ടൈൽ ലാമ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു LED ടൈൽ ലാമ്പാണ്. അതിൻ്റെ അകത്തേക്ക് തന്നെ താർ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് ഇവിടെയും കാണാനുണ്ട്. ആ ഒരു യൂണിറ്റിൽ തന്നെ മുകൾ ഭാഗത്തായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും താഴ്ഭാഗത്തായിട്ട് റിവേഴ്സ് ലാമ്പും നമുക്ക് കാണാനുണ്ട്. വളരെ ഭംഗിയുള്ള രീതിയിൽ താറിനെ ദൂരത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആ ഒരു LED ടൈൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ആ ഒരു ഫൈബർ ക്ലാഡിങ് വാഹനത്തിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഫൈബർ ക്ലാഡിങ് വരുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് തന്നെ നടുവ് ഭാഗത്ത്, അതായത് സെൻട്രൽ പോർഷനിൽ നമുക്ക് ആ ഒരു ഡീപ്പ് സിൽവർ കളറിലുള്ള പോർഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലൈസൻസ് പ്ലേറ്റൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് തന്നെ 2 പാർക്കിംഗ് സെൻസേഴ്സ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2 പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് കാണാനുണ്ട്. 57 ലിറ്റർ കപ്പാസിറ്റിയുള്ളൊരു ഫ്യൂൽ ടാങ്കാണ് താറിന് കൊടുത്തിട്ടുള്ളത്. ഇത് പുറത്തുനിന്ന് തന്നെ കീ ഉപയോഗിച്ച് തുറക്കാവുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ താറിൻ്റെ ഒരു ഹെറിറ്റേജിനെ സൂചിപ്പിക്കുന്ന 2 ഹുക്കുകൾ എൻജിൻ ഹുഡിലുണ്ടെന്നുള്ളത് പറഞ്ഞു. നമുക്ക് ആ 2 ഹുക്കുകൾ മാറ്റി എൻജിൻ റൂം നമുക്ക് തുറന്ന് കാണാം. നല്ല വെയിറ്റുള്ള എൻജിൻ ഹുഡാണ്. സ്റ്റേ ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2184 cc ഒരു 2.2 ലിറ്റർ എംഹോക്ക് എഞ്ചിനാണ് മഹീന്ദ്ര താറിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന LX മോഡലിൽ വരുന്നത്. ഇതിൻ്റെ അകത്തെ പവർ എന്ന് പറയുന്നത് 130 bhp, 3750 RPM 130 bhp ആണ് ഈ എൻജിൻ പവർ തരുന്ന പവർ. അതിൻ്റെ കൂടെ തന്നെ 300 Nm ആണ് ഈ ഒരു എൻജിൻ നമുക്ക് തരുന്ന ടോർക്ക്. അത് 1600 RPM മുതൽ 2800 RPM ആവുന്ന ആ ഒരു സമയത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ അകത്താണ് നമുക്ക് എൻജിൻ ആ ഒരു ടോർക്ക് നമുക്ക് തരുന്നത്. എന്തായാലും വളരെ നല്ല പെർഫോമൻസ് തരുന്ന, അല്ലെങ്കിൽ വളരെ ഓഫ് റോഡിന് പോലും അത്രയും അധികം കേപ്പബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു എഞ്ചിൻ സ്പെക്കിൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എഞ്ചിൻ പ്രഷർ വാഷ് ചെയ്യരുത് എന്നുള്ളൊരു സ്റ്റിക്കർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനുണ്ട്. അത് പുതിയ ജനറേഷൻ എഞ്ചിനുകൾ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സെൻസറുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു എഞ്ചിൻ ഹുഡ് അടച്ചു വയ്ക്കാം.
വളരെ സിമ്പിളാണ് ഈ പരിപാടി കേട്ടോ. അപ്പോൾ താർ ഒരു ഓഫ് റോഡ് വാഹനമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പിൻഭാഗത്തേക്ക് കയറുന്നത് ഈ ഒരു മോഡൽ ഫുൾ ഫോർവേഡ് സീറ്റ്സ് ആയിട്ടാണ് താർ വരുന്നത്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് കയറുന്നത് മുൻഭാഗത്തെ ഡോർ തുറന്നതിന് ശേഷം ചെറിയൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീറ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കാൻ പറ്റും. മുന്നിലേക്ക് തള്ളി നീക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അകത്തേക്ക് കയറി ഇരിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന റിയർ സീറ്റുകളാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. വളരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന റിയർ സീറ്റുകളാണ്. ഇരുന്ന് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. സ്പേസിനൊന്നും യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല. എന്തായാലും ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ഹാൻഡിലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിൻഭാഗത്തെ സീറ്റുകൾ നമുക്ക് ഒരു 2 സ്റ്റെപ്പ് റിക്ലൈനിങ് ഫെസിലിറ്റി ഉണ്ട്. ഉണ്ടോ? നമുക്ക് റിക്ലൈൻ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിൻഭാഗത്തെ സീറ്റുകളുള്ളത്. 4 സ്പീക്കറുകളാണ് മൊത്തം ഉള്ളത്. 2 സ്പീക്കറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ട്യൂട്ടറുകളും മോൾ ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് വാഹനം ആയതുകൊണ്ടാണ് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് 650 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനമാണ് താർ. അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയാലും സ്പീക്കറുകളൊന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തെ സീറ്റിൻ്റെ പിന്നിലായിട്ട് ഒരു 3 കിലോ വരെ താങ്ങാൻ വരുന്ന ചെറിയൊരു ഹുക്ക് ഇവിടെ കാണുന്നുണ്ട്. 130 bhp പവറും 300 Nm ടോർക്കുള്ള താർ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ താർ നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുകയാണ്. എന്താണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആനപ്പുറത്ത് കയറിയിരിക്കുന്നൊരു ഫീലാണ്. കാരണം ബാക്കിയുള്ള ആളുകൾ പുറത്ത് കാറിലൊക്കെ പോകുന്ന ആളുകൾ നമ്മളെ നോക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ വളരെയധികം താഴത്ത് ഇരിക്കുന്നൊരു ഫീൽ. അതായത് നമ്മളൊരു കമാൻഡിങ് ഡ്രൈവിംഗ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഈ താറിൽ നമുക്ക് ശരിക്കും അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ കംഫർട്ടിൻ്റെ കാര്യമാണെങ്കിലും വളരെ നല്ല രീതിയിൽ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയണം. കാരണം സീറ്റൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള സീറ്റുകളാണ്. നമ്മൾ 2 സൈഡിലേക്കും പോവാതെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന സീറ്റുകളാണ്. എന്തായാലും സ്റ്റിയറിംഗ് ആണെങ്കിലും അതേ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. അതിൽ തം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇടത് ഭാഗത്ത് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലത് ഭാഗത്ത് ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അകത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രേഡൊക്കെ പറയുന്നുണ്ട്. IP54 ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക്സാണ്. അല്ലെങ്കിൽ സ്വിച്ചുകളും അല്ലെങ്കിൽ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അടക്കം IP54 പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് എന്താ വെച്ചാൽ ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം ഓഫ് റോഡ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമായതുകൊണ്ട് ഇതൊക്കെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഒരു അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഈ ഒരു അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു അൾട്ടിമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പിച്ച് ആൻഡ് റോൾ മീറ്റർ, അതുപോലെ തന്നെ ഒരു കോമ്പസ്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഒരു ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇപ്പോൾ പിച്ച് ആൻഡ് റോൾ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് വാഹനത്തിന് അല്ലെങ്കിൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് എത്രത്തോളം അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഡ്രൈവർക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു നമ്മുടെ അൾട്ടിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് കണക്കാക്കാനുള്ള ഒരു സംഭവം കൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കോമ്പസ് പിന്നെ എല്ലാവർക്കും അറിയാലോ. കാരണം കോമ്പസിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ എവിടെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്കത് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, റോൾ ഓവർ മിറ്റിഗേഷൻ, ABS, EBD, അതുപോലെ തന്നെ ബ്രേക്ക് അസിസ്റ്റ്, അതുപോലെ തന്നെ 2 എയർ ബാഗുകൾ, റോൾ കേജ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുതിയ താറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ വളരെ മികച്ച നിലവാരത്തിലുള്ള ഇൻറ്റീരിയറുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന AC-യുടെ വെൻറ്റുകളൊക്കെ ക്രോം ഔട്ടർ റിങ്ങോട് കൂടിയിട്ട് വളരെ ടെക്സ്ചറൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അത് കാണാൻ സാധിക്കുന്നത്. അത് നല്ല ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. പഴയ ജീപ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു ഹാൻഡിലൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ആ ഹാൻഡിലിൻ്റെ ഇടതുഭാഗത്തായിട്ട് കാണുന്ന പ്ലേറ്റിലാണ് വാഹനത്തിൻ്റെ വിൻ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ടുള്ളത്. കാണാനുണ്ട് ഹസാർഡിൻ്റെ സ്വിച്ച്, അതുപോലെ സീറ്റ് ബെൽറ്റ് വാണിംഗ്, അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലെ എയർ ബാഗ് ഓഫ് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ എടുത്ത് പറയേണ്ട വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്, അതുപോലെ ക്ലച്ച് വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഗിയറുകളാണ്. അത് വല്ലാതെ നമ്മൾ കൈ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റ് ഒന്നുമല്ല നമുക്ക് തരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു ഡയറക്ഷനൊക്കെ നമുക്ക് ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് കാണാനുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ XUV 300 കണ്ടിട്ടുള്ള അതേ ഫീച്ചർ തന്നെയാണ് ഇതിലും കാണാനുള്ളത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ താറിനൊരു ഓഫ് റോഡ് ക്യാരക്ടർ കൂടി ഉള്ളതുകൊണ്ട് ചില ആംഗിളുകളൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് അപ്രോച്ച് ആംഗിൾ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് 41.8 ഡിഗ്രിയാണ് താറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തെ ബമ്പറുകളിൽ നിന്ന് ടയർ നിലത്ത് തട്ടുന്ന ഭാഗത്തേക്കുള്ള ഒരു ആംഗിളിനെയാണ് അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് കയറുന്ന സമയത്ത് വണ്ടിയുടെ മുൻഭാഗം തട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആംഗിൾ പറയുന്നത്. അടുത്തതായിട്ട് പറയേണ്ടതാണ് റാമ്പ് ഓവർ ആംഗിൾ. അതായത് മുൻഭാഗത്തെയും പിൻഭാഗത്തെയും വീലുകളിൽ നിന്നും ബോഡിയിലേക്കുള്ള ദൂരത്തിന് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനാണ് റാമ്പ് ഓവർ ആംഗിൾ എന്ന് പറയുന്നത്. അത് 27 ഡിഗ്രിയാണ് ഈ താറിനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വിഷ്വലിൽ കണ്ട പോലെ ഏതെങ്കിലും ഒരു തിട്ടയൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് അടി തട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാനും ഈ റാമ്പ് ഓവർ ആംഗിൾ നമ്മളെ സഹായിക്കും. അടുത്തതായിട്ട് മെയിനായിട്ട് ഓഫ് റോഡിൽ പറയുന്ന വേറൊരു ആംഗിളാണ് ഡിപ്പാർച്ചർ ആംഗിൾ. ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ മുൻഭാഗം ഇറങ്ങിക്കഴിഞ്ഞു, പിൻഭാഗം വണ്ടിയുടെ ഇറങ്ങിയിട്ടുമില്ല. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പിൻഭാഗത്തെ ബമ്പറിൽ നിന്നും വീലിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഡിപ്പാർച്ചർ ആംഗിൾ, ആ ഒരു ആംഗിളിനാണ് ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങുന്ന സമയത്ത് പിൻഭാഗത്തെ ബമ്പറുകൾ തട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കാനാണ് നമ്മൾ ഡിപ്പാർച്ചർ ആംഗിൾ പറയുന്നത്. 36.8 ഡിഗ്രിയാണ് താറിൻ്റെ കാര്യത്തിൽ. മുഴുവനായിട്ടും ബ്ലാക്ക് കളറിൽ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു പ്രീമിയം ഇൻറ്റീരിയറാണ് താറിനുള്ളത്. ഇൻഡിപെൻഡൻറ്റ് ഡബിൾ വിഷ് ബോണിനോട് കൂടിയിട്ടുള്ള കോയിൽ സ്പ്രിംഗ് ഡാമ്പറുകളും സ്റ്റെബിലൈസർ ബാറും അടങ്ങിയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് താറിൻ്റെ മുൻഭാഗത്തേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. കാറിൻ്റെ പിൻഭാഗത്തൊരു മൾട്ടി ലിങ്ക് സെമി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. അതിൽ തന്നെ കോയിൽ സ്പ്രിംഗ് ഡാമ്പറുകളും സ്റ്റെബിലൈസർ ബാറും കൊടുത്തിട്ടുണ്ട്. അതായത് മുൻഭാഗത്തും പിൻഭാഗത്തും സ്റ്റെബിലൈസർ ബാറുകൾ കൊടുക്കുന്നത് വഴി വാഹനത്തിൻ്റെ അകത്തേക്കുള്ള പരമാവധി കുലുക്കം കുറയ്ക്കാൻ താറിൻ്റെ സസ്പെൻഷൻ കൊണ്ട് സഹായിക്കും. പഴയ താറിൽ നിന്നും പുതിയ താറിലേക്ക് വന്നപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് എന്ന് പറയുന്ന സംഗതി, അതായത് മുൻഭാഗത്തെ 2 വീലുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ പിൻഭാഗത്തെ 2 വീലുകൾ തമ്മിലുള്ള അകലം, ഇത് രണ്ടും ഒരേ അളവിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 1520 മില്ലിമീറ്ററാണ് മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ട്രാക്കുകൾ, അതായത് പുതിയ താറിൻ്റെ ട്രാക്ക് വരുന്നത്. അത് ഓഫ് റോഡ് എബിലിറ്റീനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഘടകമാണ്. പഴയ താറിൽ ഇത് മുൻഭാഗത്തെ ട്രാക്ക് കുറച്ച് കൂടുതലും പിൻഭാഗത്തെ ട്രാക്ക് കുറച്ച് കുറവുമായിരുന്നു. താറിൻ്റെ ഒരു ഓഫ് റോഡ് ട്രാക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പിൻഭാഗത്തെ മുൻഭാഗത്തെ വീലുകൾ, ഏതെങ്കിലും ഒരു ഭാഗത്തെ വീലുകൾ കുഴിയിലിറങ്ങുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ മറുഭാഗത്തെ വീലുകൾ ചിലപ്പം എയറിലിരിക്കുന്നൊരു സാഹചര്യം പലപ്പോഴും ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് കുഴിയിലിറങ്ങിയിരിക്കുന്ന വീലിന് ഏത് വീലിലേക്കാണോ ട്രാക്ഷൻ വേണ്ടത് ആ വീലിലേക്ക് മാത്രം ട്രാക്ഷൻ കിട്ടുകയും മറുഭാഗത്തെ വീല് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലോസ് ആയി പോകുന്ന ആ ഒരു പവർ കൂടെ നമുക്ക് ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കൂടെ പുതിയ താറിലുണ്ട്. അപ്പോൾ എന്തായാലും താറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വലിയ താമസമില്ലാതെ തന്നെ താറിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ഓഫ് റോഡ് വീഡിയോ കൂടി നമ്മൾ ചെയ്യണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെഹിക്കിൾ എന്തായാലും അപ്പോഴത്തേക്ക് ഫ്രീ ആയിട്ടൊരു വെഹിക്കിൾ കിട്ടും എന്നാണ് നമ്മളെയും പ്രതീക്ഷ. കാരണം ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ് നമുക്കൊരു വെഹിക്കിൾ കിട്ടിയത്. വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ് നമുക്ക് താറ് കിട്ടിയത്. ആ ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.